ഓ ആണ് നിങ്ങള് സബ് ചെയ്യണം കേട്ടെ. സബ് ചെയ്യാളിയാ. അളിയ പറയടാ കേക്കാടാ. ഞാൻ കുറച്ച് പിള്ളേരെ വിട്ടായിരുന്നു അങ്ങോട്ട് തള്ളക്കി വിളിക്കാൻ വന്നായിരുന്നു അവര്. ഇല്ല ഇവിടെ വന്നിട്ട് നീ കുണ്ണേന്ന് പറഞ്ഞ സ്വാം ചെയ്ത് അന്നേരമാണ് ഞാൻ വീസിലോട്ട് വന്നത്. ഈകളെ ഞാൻ മെന്നറ്റാംസിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. ആണോ? നീ നടങ്ങ്. ഞാൻ ഇല്ലാതെ ടർഫ് പിള്ളേർ കളിക്കൂല, അവർക്ക് ഫിയർ ആണ്. ഞാൻ ഇല്ലാണ്ട് മറ്റേ ടർഫൊക്കെ ഹോൾഡ് ചെയ്യാനേ. ഞാൻ കേറാം, അങ്ങോട്ട് കേറട്ടെ. മണി ടർഫ്, നമ്മുടെ മണി ടർഫ്. ഞാൻ ഇല്ലാതെ പിള്ളേർക്ക് ഭയങ്കര പേടി. ഓക്കെ ബൈ. ഭയങ്കര ഇഷ്ടാട്ടോ. എല്ലാം കുറച്ച് ബോറിംഗ് ആയോ? പിള്ളേർക്ക് ഒരേ പേടിയില്ല. ഞാൻ കളിക്കണമെന്നിങ്ങനെ വാശി പിടിച്ച് എങ്ങനെ നീ ഒരു കോപ്പും കളിക്കണ്ട. അവരെല്ലാം കംഫർട്ടബിൾ ആയിട്ട് നല്ല ലൈനപ്പ് കളിക്കാൻ അറിയാവുന്നവരെ മാത്രം വെച്ച് നല്ല ലൈനപ്പ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായ? നീ അവിടെ വാലോറന്റ് വല്ല ഉമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നല്ലോണം ഞാൻ കണ്ടു. ഒരു ഡെത്തും അല്ല, ഒരു കില്ലും 10 ഡെത്ത് ഞാൻ കണ്ടായിരുന്ന കളി. നീ ഇല്ലേ കളിക്കാപ്പ? ഞാൻ ഇന്ന് കളിക്കുന്നില്ല. ഞാൻ വേറെ അടുത്ത് കളിച്ചോളാൻ പറഞ്ഞു. എനിക്ക് കേറാൻ വയ്യ. അവര് കംഫർട്ടബിൾ കളിച്ചോട്ടെ. ഞാൻ എന്താ പറയണേ? അതെ അവര് കംഫർട്ടബിൾ ആയിട്ട് കളിച്ചോട്ടെ. അതുകൊണ്ട് നീ ഒട്ടും വരണ്ട അങ്ങോട്ട് കളിയാ. എന്നാ എനിക്ക് ഹായ് തരുമോ? ഹരിത് ബ്രോ ഹായ് 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 ഹായ്. പേളിമണിയെ പോഡ്കാസ്റ്റ് ചെയ്യാവോ? പുള്ളിക്കാരിക്ക് ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്. ആ പുള്ളിക്കാരി ഞാൻ വിളിച്ച് എങ്ങനെയാണ് പോഡ്കാസ്റ്റ് ചെയ്യണം? എനിക്ക് പേളിയായിട്ട് വലിയ കോണ്ടാക്ടും കമ്പനിയൊന്നും ഇല്ല ബ്രോ. പേളിയൊക്കെ വലിയ വലിയ ആൾക്കാര് നമ്മളൊക്കെ വിളിച്ച നമ്മുടെ പോഡ്കാസ്റ്റിലൊന്നും വരൂല. പേളിക്കൊക്കെ നമ്മളെക്കാളും ടോപ്പ്. സംസാരിക്കണോ? എന്താടാ സംസാരിക്കണോ? ഇല്ല. ഇനി പുള്ളിക്കാരി അല്ലാതെ അറിഞ്ഞു കിട്ടിയാലും നിന്റെ റെക്കമെൻഡേഷനിൽ എന്തായാലും വേണ്ടളിയാ. എനിക്ക് താല്പര്യമില്ല. ചുമ്മാലടാ രക്ഷപ്പെടാത്ത നിന്റെ ആ പൈപ്പിന്റെ റങ് ഇല്ലാണ്ടായി പോട്ടെ. എന്റെ ഡ്രോൺ കൊണ്ട് തടാ. എന്റെ ഡ്രോൺ കൊണ്ട് തടാ. മറ്റേ ബാറ്ററി തിരിച്ചിട്ട് ഡ്രോണല്ലോ. പിന്നെ ഡ്രോൺ ഞാൻ പറത്തി. അണ്ണാ എനിക്കൊരു ജീവനുള്ള സാധനം 3D പ്രിന്റ് ചെയ്ത് തരാമോ? നിനക്ക് പെണ്ണില്ലല്ലേ? ജീവനുള്ള സാധനം തുടങ്ങി. എന്തിനാ മേടിച്ചിരിക്കാത്? നിനക്ക് പെണ്ണിനെ പ്രിന്റ് ചെയ്ത് തരാനാ? ഓരോരുത്തന്മാര് വന്നോളും. സത്യം അഴുക്ക സ്വഭാവങ്ങളല്ലേ, അഴുക്ക സ്വഭാവങ്ങളാണ് ഇവന്മാർക്കൊക്കെ. സത്യം പറയല്ലേ, നമ്മളൊന്ന് ടേക്ക് കെയർ ചെയ്യണം അവരൊക്കെ. അതെ സത്യം. മെറ്റീരിയൽ അത് ബ്രോ ഫിലമെന്റ്. അത് ഫിലമെന്റ് PLA ഫിലമെന്റാ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത്. നിങ്ങളെ അവിടെ വിനീത് ബ്രോ വിളിച്ചപ്പോ പറഞ്ഞ് നീ എന്തോ ഒരു സാധനം ഉണ്ടാക്കി നോക്കിട്ട് കൊറേ ആയിട്ട് ഫെയിൽ ആവുന്നുണ്ടെന്ന് പറയുന്നത്. ബാബു പറഞ്ഞ നിനക്കുള്ള നിനക്കത് ഇല്ലാത്തത് തന്നെയാണ് അളിയ ഭംഗി. അതാണ് ഒത്തിരി വട്ടം ഫെയിൽ ആയി പോയി. എങ്ങനെയൊക്കെ ഞാനത് വെക്കാൻ നോക്കിട്ട് അത് ഫെയിൽ ആയിക്കൊണ്ടിരിക്കും അളിയ. അല്ല വിനീത് ബ്രോ പറഞ്ഞതല്ല, നീ ഓരോന്നുണ്ടാക്കി നോക്കിട്ട് റൂമിൽ കയറുമെന്ന്. ബാബുന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ആദ്യം കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇവരാരും കാണാതെ അത് മനസ്സിലായി. നീ എന്തിനാണ് റൂമിൽ കൊണ്ടുപോകണ ചോദിക്കുന്നത്? അത് അവന്മാരെ ആരും കാണിക്കില്ലെന്ന് ബാബുവിന്റെ അടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞേക്കു. അവൻ ആദ്യം കാണണം, അവൻ അവന്റെ കൈ കൊണ്ട് നിനക്ക് വെച്ച് തരണമെന്നാ പറഞ്ഞേ. കുഴപ്പമില്ല. ഇത് നല്ലതിനല്ല ഈ പ്രിന്ററൊക്കെ വാങ്ങിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചിന്റെ തന്തയൊക്കെ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ കൊച്ചിന്റെ തന്ത സ്നഗ്ഗി പ്രിന്റ് ചെയ്യുന്ന മെഷീൻ മേടിക്കാം. എന്തൊക്കെ കേക്കണം അവനെ. എടാ സ്നഗ്ഗി ഒരു പ്രിന്റ് അത് ഞാൻ പോഡ്കാസ്റ്റിൽ കൊണ്ടുപോവാ. അയ്യോ അത് നമ്മുടെ പറമ്പിലെ കോഴിയല്ലേ, എപ്പോ വേണേലും വരും. ഞാനൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? എന്നെ വിളിക്കാൻ പറ അവന്റെ അടുത്ത്. ആരും ഒരു സജഷൻ പോലും പറഞ്ഞില്ല ഇത്രയും നാളായിട്ട്. നിന്റെ ഒന്നും പേര് ഇതുവരെ സജഷനിൽ പോലും ആരും പറഞ്ഞിട്ടില്ല. നീ വിളിക്കുമ്പോ ഞാൻ അപ്പോയിന്റ്മെന്റ് ഒക്കെ അപ്പോയിന്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞൊരു ഡേ വരും. അങ്ങനെ ഒരു ഗതികേട് വരുന്നതിനാണ് ഞാൻ ഈ ചാനൽ വണ്ടിയൊക്കെ നിർത്തി വല്ല വേറെ പണിക്കും പോകും. മനസ്സിലായ? ദൈവമേ ഇതെല്ലാം കാണുന്നുണ്ടല്ലേ. ടോക്കിയോ ശിക്ഷ കൊടുക്കണേ. ഇവിടെ ഗ്യാങ് ചാറ്റ് ഉണ്ടോടാ? ഇവിടെ മറ്റേ അവിടുത്തെ എക്സലന്റിസിലെ ഗ്യാങ് ചാറ്റ് എന്ത് ചെയ്യേ? ഏറ്റവും അടിയില് പയ്യന്മാരല്ലേ?
എവിടെ എവിടെ എവിടെയാ അത് ഗ്യാങ് ചാറ്റ്? നമ്മുടെ ഗ്യാങ് ടിവിയുടെ മേളിൽ ഏറ്റവും സ്ക്രോൾ. ഗ്യാങ് ടിവിയുടെ മുകളില് ഗ്യാങ് ചാറ്റ്. ഷർത്തേട്ടൻ വിളിക്കണം നല്ലായിരിക്കും കേട്ടാ. ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു കേട്ടോ അവന്മാര്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്തായിരുന്നു? ടോക്കിയോക്ക് 12 ദിവസം ബാൻ കിട്ടി. അവന്മാര് ഇൻസ്റ്റാഗ്രാമിലും അതില് 14 ദിവസം മെറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തീട്ടങ്ങളൊക്കെ മെറ്റ അടിച്ചിട്ട് എന്ത് കാര്യം? ഇവര് ലൈവ് ഉണ്ടായിരുന്നു ആ സമയത്ത്, വില്ലുമോനും ഇവരെല്ലാം. ഗൈസ് ഇവര് എന്താ പ്രൂഫായിട്ട് ചോദിക്കുന്നത് അറിയോ? നമ്മുടെ ചാറ്റിൽ കുറെ പഠിപ്പീര് ടീംസ് ഉണ്ടല്ലോ, ഇവര് പോയിട്ട് അഡ്മിന്റെ ലൈവിൽ ചെന്നിട്ട് ടോക്കിയോ ലൊക്കേഷൻ എവിടെയാ, ടോക്കിയോ സ്പെക്ക് ചെയ്യാവോ, ഇല്ലെങ്കിൽ TG എവിടെ, TG സ്പെക്ക് ചെയ്യാവോ എന്ന് പറയണ കുറെ എണ്ണം ഉണ്ട് ചാറ്റില്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അഡ്മിൻസിന്റെ ഒക്കെ. അതാണ് അവര് മെറ്റയുടെ പ്രൂഫായിട്ട് പറയണത്, മനസ്സിലായേ? മെറ്റയുടെ പ്രൂഫായിട്ട് ദേ ഓഡിയൻസിനെ പറഞ്ഞു വിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് വരുന്നെന്ന്. നമുക്ക് അതിന്റെ ഗതികേടൊന്നുമില്ല. എന്തായാലും ഇല്ല, എന്തായാലും ഇല്ല. നമുക്ക് മെറ്റ പിടിക്കണമെങ്കിൽ അടുത്തൊരു ഫോൺ എടുക്കും, അതിനെ അടിച്ചു നോക്കും, പിന്നെ പണ്ണു. അതിൽ കൂടുതലൊന്നും ഇല്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കി, 3 പേര് ഒന്ന് 7 പേരെ അടിച്ച് ഓൾറെഡി. നമുക്ക് ഓൾറെഡി അങ്ങനെ അടിച്ച് നിൽക്കുക. സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ അത് നിന്റെയൊക്കെ ആവശ്യമാണ്. നമുക്ക് അത്രയ്ക്ക് ഗതികേടില്ല. 3 പേരുടെയും തല്ലുകൊണ്ടതിന്റെ വിഷമം ഉണ്ടാവും. കുഴപ്പമില്ല. എന്തായാലും ഇനിയിപ്പോ സസ്പെൻഷനൊക്കെ കഴിഞ്ഞിട്ട് വാ. ഗ്യാങ് സിറ്റിസൺ സിറ്റുവേഷൻ ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് എന്തോ മാർക്ക് 14 ദിവസത്തെ ബാൻ എന്തോ. അവധിയൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ വാ. നമ്മളിവിടെ സിറ്റിയിലൊക്കെ തന്നെ ഉണ്ടാവും. നമുക്ക് സിറ്റുവേഷൻ എടുക്കാം. ഏട്ടന്മാരോടെ വെയിറ്റ് ചെയ്യാം. എന്റെ കൈവാക്കിലൊന്നും കേറി തരേ അളിയെ പറഞ്ഞോട്ടെ. കണ്ട സിറ്റുവേഷനിലൊന്നും ഞാൻ പോലും ഇല്ല. ഇതൊക്കെ കാണുമ്പോഴേ ഞാൻ അപരാധിക്കുന്നത്. ഞാൻ ഇതിനൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു. ഇവന്മാരെ സിറ്റുവേഷൻ ഇതൊക്കെ പറയുമ്പോഴേ കണ്ട എന്തിനു പറഞ്ഞ ചാറ്റ് ലൈവ് ചെയ്ത ലൈവ് ഇത് കണ്ട ഇതൊക്കെ നോക്ക്, നീ ഇതൊക്കെ നോക്ക്. ഇങ്ങനെ കുറെ വാണങ്ങളുണ്ട്, പറയാതിരിക്കാൻ വയ്യാളെ. ഇതെന്താ ലൈവ് കയറാത്ത? ലൈവ് ഇടാൻ പറ്റണല്ലോടാ എനിക്ക്. സ്റ്റാർട്ടായി ഫ്ലഫി 7 സ്റ്റാർട്ടായില്ല. നിനക്ക് അണ്ടിയില്ലേ? ഒരു മിനിറ്റ്. നശിച്ചുപോയി. അല്ലെങ്കിൽ നിന്റെ അണ്ടി ഇപ്പൊ തന്നെ നീ സാമാനല്ലാത്ത ഫ്ലഫി, നീ സാമാനല്ലാത്ത കേട്ടാ. ശേഷി പോവും. നിന്റെ സാറിന് ശേഷി പോവാ ഇന്ന്. ശേഷിയില്ലാത്തവനായി മാറും. ഇതാണ് മറ്റേ ടീംസ് ഞാൻ പറഞ്ഞില്ലേ. എല്ലായിടത്തും ഇത് തന്നെ, എല്ലായിടത്തും ഇത് തന്നെ. എല്ലാം ഇത് കഴുകനാ വരാനറിയാം. ടോക്കിയോ മെക്സങ് അടി കൊണ്ടാ പിന്നെ അടുത്തത് ഇതാണ്. ടീംസ് ഇങ്ങനെ പലതും കാണിക്കോളിയാ. റിയാക്ട് ചെയ്യാൻ പറ്റില്ലേ? നീ ചാറ്റ് എടുത്ത് നോക്ക്. അണ്ണാ ഒരു സ്ലോട്ട് തരും പറഞ്ഞു 4:40 ഒരാഴ്ച മുന്നേ മെസ്സേജ് അയച്ചില്ലടാ. എനിക്ക് റിക്വസ്റ്റ് ഇടാതെ മെസ്സേജ് വരത്തില്ലടാ. ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാതെ മെസ്സേജ് വരത്തില്ല. എന്താണ് ചന്ദ്ര? അയ്യോ.